ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു പി കെ കപ്പിൾസ്. പി കെ കപ്പിൾസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സേഫായിട്ട് വിശ്വസിക്കുന്നു. ഞങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കണം. അപ്പം നമ്മളതൊരു പുതിയൊരു വീഡിയോയുടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം നമ്മുടെ അമ്പലങ്ങളിൽ അയ്യപ്പൻ്റെയും അതുപോലെ മുരുകൻ്റെ അമ്പലങ്ങളിലൊക്കെ ദേശവിളക്ക്, വേറെ അമ്പലങ്ങളിൽ നടക്കണമെന്ന് എനിക്കറിയില്ല കേട്ടോ, അങ്ങനെ നടക്കുമെന്ന് എനിക്കറിയില്ല. അപ്പം ദേശവിളക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം കാണുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഞാൻ ഒരു കൊല്ലം പോയിട്ടുണ്ട്. അതിൻ്റെ ഇടയിലൊന്നും എനിക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായില്ല, എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടും പിന്നെ സാങ്കേതികമായ തകരാറുകൾ കൊണ്ടും. ഇന്നിപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും പോകാൻ പറ്റിയൊരു സമയമായിരുന്നു. അപ്പോൾ ഞങ്ങളിന്ന് പോകുന്നുണ്ട് വിളക്ക് കാണാനായിട്ട്. ഒരുപാട് പേര് വരും. ഈ സമയത്തിനേക്കാളും കൂടുതൽ പാതിരാത്രി ആണ്, അതായത് അയ്യപ്പൻ്റെയും ബാവരൊക്കെ തുള്ളണത് കാണാനാണ് എല്ലാവരും പോവാം. പാട്ട് കേൾക്കാനൊക്കെയാണ് എല്ലാവരും. എനിക്ക് പറഞ്ഞ പോലെ പറഞ്ഞ് കേട്ടേ അറിവുള്ളൂ ഇവിടെ വന്നേ. പിന്നെ അതായത് ഞാനിതങ്ങനെ കണ്ടറിഞ്ഞ സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഞാൻ ആകെ പ്രാവശ്യം പോയിട്ടുള്ളൂ. അപ്പോൾ ഇപ്രാവശ്യം ഞങ്ങൾ എല്ലാവരും പോകുന്നുണ്ട്. അപ്പോൾ അതിന് മുന്നായിട്ട് കുറച്ച് പണികളൊക്കെ ഉണ്ട്, അതൊക്കെ തീർത്ത് വെച്ചിട്ട് വേണം പോകാനായിട്ട്. തുണികളെയും ഒന്ന് റെഡിയാക്കാനുണ്ട്, ഞങ്ങൾക്ക് മേലൊരുക്കാനുണ്ട്. പിന്നെ നിഖിൽ ചേട്ടൻ മേലെ എഴുതിയിട്ടുണ്ട്, വന്നിട്ട് റെഡിയാവാൻ പോവാണ്. ഏട്ടൻ പണിക്ക് പോയിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് വേണം ഏട്ടൻ വന്നിട്ട് വേണം പോകാനായിട്ട്. പിന്നെ പാർക്കുട്ടീനെ ഇപ്പോൾ നിഖിൽ ചേട്ടൻ പോകുമ്പോൾ കൊണ്ടുപോകും. പിന്നെ അടുക്കളയിൽ കുറച്ച് പണികളുണ്ട് ചെയ്ത് വെക്കാനൊക്കെ ആയിട്ട്, അതൊക്കെ ചെയ്ത് വെച്ചിട്ട് വേണം ഞങ്ങൾക്ക് പോകാനായിട്ട്. അപ്പോൾ എന്തായാലും നിങ്ങളും ഞങ്ങൾക്കുള്ള ദേശവിളക്ക് കാണാൻ പോയി. അപ്പോൾ ഗൈസ്, നമുക്ക് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. ഇതേന്ന് അരി ഉഴുന്നൊക്കെ വെള്ളത്തിലിട്ടുണ്ടായിരുന്നു, അത് അരച്ച് വയ്ക്കണം. അതേപോലെ തന്നെ കുറച്ച് സാധനങ്ങളൊക്കെ പൊടിച്ച് വയ്ക്കാനുണ്ട്, മുളകൊക്കെ. അപ്പോൾ ഞാൻ നമ്മുടെ അഗാരയുടെ മിക്സർ ഗ്രൈൻഡറായിട്ട് എടുത്തിട്ടുള്ളത്. നമ്മളിപ്പോൾ റീസെൻ്റായിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഇത് പെർഫെക്റ്റ്ലി സ്യൂട്ടബിൾ ഫോർ റെസ്റ്റോറൻറ്റ്, കാറ്ററിംഗ്, ഫുഡ് ഇൻഡസ്ട്രി, അതേപോലെ തന്നെ ഹെവി ഹോം യൂസേജ് ഒക്കെ ഉള്ളവർക്ക് അടിപൊളി സംഭവമാണിത്. അപ്പോൾ നമ്മുടെ മിക്സർ ഗ്രൈൻഡറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇതിൻ്റെ ബോഡിയെ കുറിച്ച് ആദ്യം പറയാം. ഹെവി ഡ്യൂട്ടി 3mm തിക്ക് ABS ബോഡിയാണ്. അതേപോലെ തന്നെ ആൻറ്റി സ്കിഡ് റബ്ബർ ഫീറ്റും ഉണ്ട്, ഇത് സ്കിഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ 2 സ്റ്റെയിൻലെസ് ഹെവി ഡ്യൂട്ടി സ്റ്റീൽ ജാർസ് ആയിട്ട് ഉള്ളത്. ഒരെണ്ണം 3 ലിറ്ററിൻ്റെയും ചെറുത് 1 ലിറ്ററിൻ്റെയാണ്. ഇതിന് 3 സ്പീഡ് അഡ്ജസ്റ്റ്മെൻ്റ് ആണ് ഉള്ളത്. ഇതിൻ്റെ പവർ ആണെങ്കിൽ 1400 വാട്ട്സ് ആണ്. അതുപോലെ തന്നെ 100% പ്യുവർ ക്വാർട്ടർ മോട്ടർ കൊണ്ടാണ് മെയ്ഡ് ചെയ്തിട്ടുള്ളത്. പോളികാർബണേറ്റ് ജാർ കവേഴ്സ് ഉണ്ട്. യൂണിവേഴ്സൽ ഹാർഡ്നഡ് സ്റ്റീൽ ബ്ലേഡേഴ്സ് ആയിട്ടുള്ളത്. അതേപോലെ തന്നെ ബോട്ടം വെന്റിലേഷനും ഉണ്ട്, ഓവർ ഹീറ്റ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്. മോട്ടറിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഓവർലോഡ് പ്രൊട്ടക്ടറും കൂടി ഉണ്ട്. അപ്പോൾ ഗൈസ്, ഇതാണ് 3 ലിറ്ററിൻ്റെ ജാർ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഹെവി യൂസേജിന് വേണ്ടിയിട്ടാണ്. അതായത് ഞാൻ നേരത്തെ കണ്ടില്ലേ, ഉഴുന്നും അതേപോലെ തന്നെ അരി ഇട്ടുള്ളത് ഒരുപാട് ഇട്ടിട്ടുണ്ട്. കാരണം ഒരുപാട് ആളുകളുണ്ട് നമ്മളെ വീട്ടിൽ. അപ്പോൾ ഒരുപാട് മാവ് വേണ്ടി വരും. അപ്പോൾ ഇതൊക്കെ ഒരു ഒറ്റ അരപ്പിന് വേണ്ടിയിട്ട് നമുക്കിത് ഇതിലിട്ടാൽ മതി. ഇതാണ് 1 ലിറ്ററിൻ്റെ എന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് സാധാരണയായിട്ട് നമ്മുടെ വീട്ടിലത്തെ ഈ പറഞ്ഞ പോലെ മുളക് പൊടിക്കാം, അല്ലെങ്കിൽ തേങ്ങ ചെരുകം, മഞ്ഞൾ പൊടിക്കാം, അല്ലെങ്കിൽ നമ്മൾ സാധാരണ വീട്ടാവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താണോ ചെയ്യുന്നത് അതൊക്കെ ഇതിൽ ചെയ്യാം. മറ്റേതാണെങ്കിൽ ഹെവി ആയിട്ടുള്ള ഒരുപാട് ലോഡ് ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അടുത്തായി നമ്മൾ ഇടാൻ പോകുന്നത് നമ്മുടെ അരി ഉഴുന്നാണ്. ഞാൻ ഒറ്റയടിക്കാണ് നമ്മുടെ ജാറിലേക്ക് ഇടാൻ പോകുന്നത്. സാധാരണയായിട്ട് ഞങ്ങൾ ഒരുപാട് പ്രാവശ്യം നിന്ന് ഒരു മാറ്റി ഇട്ടിട്ടാണ് നമ്മളിതൊന്ന് അരച്ചെടുക്കുന്നത്. ഇത് ഞാൻ ഒറ്റ ട്രിപ്പിനാണ് ഇതെല്ലാം ഇടാൻ പോണത്.
ഒറ്റ ട്രിപ്പിൽ തന്നെ എല്ലാം അറിഞ്ഞു കിട്ടിട്ടോ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടൈമും ഈ പറഞ്ഞ പോലെ നമുക്ക് ഒരുപാട് ലാഭിക്കാം. അല്ലെങ്കിൽ നമ്മൾ ഇതിൻ്റെ പിന്നാലെ കുറേ പ്രാവശ്യം നിൽക്കേണ്ടി വരും. ഒരുപാട് പേരൊക്കെ ഉള്ളവരാണെങ്കിൽ ഇത് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, ഒന്ന് ചെക്ക് ചെയ്യൂ. നിഖിൽ ചേട്ടൻ ഇതാ കുളിച്ച് റെഡി ആയിട്ടുണ്ട്. പുതിയ ഷർട്ടൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് അമ്പലത്തിൽ പോകുമ്പോൾ ഇടാൻ വേണ്ടിയിട്ട്. കാരണം നമ്മുടെ വീടിൻ്റെ തൊട്ട് ബാക്കിൽ തന്നെയാണ്. ഈ പരിസരത്തൊക്കെ ഉള്ളവർക്ക് അറിയാം നമ്മുടെ വാഴൂർ അമ്പലം എന്ന് പറയുന്നത് നമ്മുടെ വീടിൻ്റെ തൊട്ട് ബാക്കിൽ തന്നെയാണ്. അപ്പോൾ നിഖിൽ ചേട്ടൻ എന്താ ഇന്നലെ ഞാൻ അങ്ങോട്ട് പോയപ്പോൾ എടുത്ത ഷർട്ടാണ്. പിന്നെ അതേപോലെ തന്നെ കുളിച്ച് സുന്ദര കുട്ടപ്പനായിട്ടുണ്ട്. അമ്പലത്തിൽ പോണതല്ലേ, ഒരിയൊക്കെ പോകാമല്ലോ. അതുപോലെ തന്നെ ഇതേ പുതിയ ചെരുപ്പൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. എന്താ ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലാവണില്ലേ ഗൈസ്. അപ്പോൾ അതേ ഇറങ്ങാൻ പോവാണ്. പാറുവിനെ ഞങ്ങൾ വേഗം ടപ്പേന്ന് പറഞ്ഞ് ഒരുക്കി നിർത്താൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോഴേക്കും വന്ന് കൊണ്ടുപോകാൻ പറഞ്ഞിട്ടുണ്ട്. പാറക്കുട്ടിയാണെങ്കിൽ മേലെ കഴുകിയിട്ടൊന്നുമില്ല, അവളൊന്ന് സെറ്റ് ചെയ്തെടുക്കണം വേഗം തന്നെ. അപ്പോൾ അവളെ പട്ടുപാടി ഇടിച്ചിട്ട് അങ്ങോട്ട് കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ 2 അമ്പലം കൊടുത്തിട്ടുണ്ട്. അങ്ങനത്തെ ഞാൻ ഒന്നുകൊണ്ട് പറയാം, മുരുകൻ്റെ അമ്പലം അയ്യപ്പൻ്റെ അമ്പലം. അപ്പോൾ അത് കൈക്കൊള്ളാനായിട്ടാണ് അച്ഛൻ വേഗം തന്നെ നിഖിൽ ചേട്ടനെ വിളിച്ചത്. അപ്പോൾ അങ്ങോട്ട് പോവാണ് കേട്ടോ. നിഖിൽ ചേട്ടൻ ആദ്യം ചെന്നത് കലവറയ്ക്കാന്ന് തോന്നുന്നു, അമ്പലത്തേക്കല്ല. ആദ്യം ചെന്ന് നോക്കിയിട്ടുള്ള കലവറയ്ക്കാണ്. കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്പലത്തേക്ക് പോകുമ്പോൾ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു വെച്ചോളൂ, കാരണം ഞങ്ങൾക്ക് എന്തായാലും കാണാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നു ഒരു ഒറ്റ ട്രിപ്പിന് എത്ര പേർക്ക്, ഒത്തിരി അനവധി പേർക്ക് ഇരിക്കാൻ പറ്റിയ തരത്തിലാണ് നമ്മൾ പന്തലിട്ടിട്ടുള്ളത്. 3000 പേർക്കുള്ള സദ്യ എന്നാണ് ഞാൻ കേട്ടത് കേട്ടോ. അപ്പോൾ എന്തായാലും ഒരുപാട് പേരുണ്ടാവും, നമ്മുടെ ദേശക്കാർ ഫുള്ളും ഉണ്ടാവും. അത്ര പേർക്കുള്ള ഫുഡാണിത് ഇവിടെ നമ്മുടെ ചേട്ടന്മാരൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നത്. കളിപ്പാട്ടല്ലേ അത് പോകും മേടിക്കുക. ഇപ്പൊ കയ്യിൽ മേടിച്ച് വെക്കണ്ട, പോകും മേടിക്കാം കേട്ടോ. കളിപ്പാട്ടം മേടിക്കണം, കളിപ്പാട്ടം മേടിക്കണം. തൊട്ടടുത്തുള്ള അമ്പലത്തേക്ക് താലം പോകാനായിട്ട് റെഡിയായി നിൽക്കുകയാണ് പാട്ടുകാരും അതേപോലെ തന്നെ പിള്ളേരും ചേച്ചിമാരും അമ്മമ്മമാരും ആൻറ്റിമാരും ഒക്കെ ദേ താലം പിടിച്ച് റെഡിയായി നിൽക്കുകയാണ്. ഞങ്ങൾക്ക് നിൽക്കാൻ പറ്റില്ല, കാരണം പിള്ളേരുള്ളതുകൊണ്ട്. അല്ലെങ്കിൽ ഞങ്ങൾ ഈ പറഞ്ഞ പോലെ ഞങ്ങൾ ആദ്യം തന്നെ മുന്നിലുണ്ടായിരുന്നു തന്നെ. അപ്പോഴത്തേ അവരെല്ലാവരും നല്ല സുന്ദരി തരണി മണികളായിട്ട് അവിടെ അടുത്തുള്ള അമ്പലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് എല്ലാം ആനയിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒത്തിരി പേരുണ്ട്, എന്തോരം പേര് എനിക്കിത് വിശ്വസിക്കാൻ പറ്റില്ല. ഞാൻ ഇപ്പോൾ ഈ വീഡിയോ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ആ സമയത്ത് പോലും എന്തോരം പേരാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ മിസ് ചെയ്തു. ഞങ്ങൾക്ക് ആ സമയത്തേക്ക് പിള്ളേരെല്ലാവരെയും റെഡിയാക്കിയിട്ട് പോകാൻ പറ്റിയില്ല. ഞങ്ങൾ എന്തായിരുന്നു ചെയ്തിരുന്നത്, കുറുക്ക് കൊടുക്കണ ഒരു ബഹളം മയത്തിലായിരുന്നു. അപ്പോൾ അതായത് നമ്മുടെ ഈ പാട്ടൊന്നും ഞങ്ങൾക്ക് കേൾക്കാൻ പറ്റില്ല കേട്ടോ. നിഖിൽ ചേട്ടൻ ഇതൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നുണ്ട് പാറുവിനെയും കൊണ്ടിട്ട് ആദ്യമേ തന്നെ നമ്മുടെ വീട്ടിൽ നിന്ന് എസ്കേപ്പ് ആയിട്ടുണ്ട്. നിഖിൽ ചേട്ടൻ ഇപ്പോൾ അമ്പലം കൈക്കൊള്ളാൻ വേണ്ടി നിൽക്കുക കേട്ടോ. മുരുകൻ്റെ അമ്പലം കഴിയട്ടെ. ഇവിടെ എണ്ണ പകർത്തിയാ വെളിച്ചെണ്ണ എന്ന് പറയാ മാറിയിട്ടല്ലേ. ചോപ്പ പോട്ടെ വലുതോ എവിടെ dead.
അച്ഛനോളിക്കുണ്ട് അച്ഛനോളിക്കും ഞങ്ങളപ്പോഴേക്കും എന്താ റെഡിയായി. എന്തൊക്കെ യുദ്ധം കഴിഞ്ഞിട്ടാന്ന് ഞങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ. ഇവരെ കരച്ചിൽ, ഇവർക്ക് ഫുഡ് കൊടുക്കൽ, ഇവരെ മേലേൽപ്പിക്കൽ, ഡ്രസ്സ് ഇടിപ്പിക്കൽ, അത് പോയിട്ട് ഞങ്ങൾ മേലേക്കുവാന്നൊന്നും പറയണ്ട. അപ്പൊ ഞങ്ങൾ അതിസാഹസികമായ മണിക്കൂറുകൾ താണ്ടി ഇറങ്ങുകയാണ്. ചെരുപ്പ് നടക്ക് പോണ്ടേ? ചെരുപ്പ് കിട്ടോ? ശിശി വരൂ പോണ്ടമ്മേ. നമ്മളപ്പോൾ വണ്ടി എടുത്തില്ല കേട്ടോ. നമ്മളെ ബാക്കിൽ കൂടെ പറമ്പിൽ കൂടെ ഞങ്ങൾ ടോർച്ച് വന്നിരിക്കുകയാണ്. പിന്നെ നമ്മൾ എവിടെ പോകുമ്പോൾ നമ്മുടെ സ്വന്തം ഒരാളെ പോലെ കൊണ്ടുപോകുന്ന ബാഗിന് എടുത്തിട്ടുണ്ട്. ഞങ്ങൾ കാൽനടയാണ്. ചേട്ടനാണ് ബാഗ് ഇട്ടിട്ടുള്ളത്. ചേട്ടൻ്റെ കയ്യിൽ എല്ലാം ഉണ്ട്, എൻ്റെ കയ്യിൽ അതിനുണ്ട്, അഞ്ചിൻ്റെ കയ്യിൽ കാശുണ്ട്. ഈ സമയമായപ്പോഴേക്കും നീൽച്ചേട്ടൻ ഞങ്ങളെ കാണാണ്ട് ബോറടിച്ച് മരിച്ചിരുന്നു. കൂടെ അവിടെ പാറുണ്ടായിരുന്നു. പാറൂടെ അടുത്ത് നിൽക്കായിരുന്നു. അമ്പലം അല്ലാതെ അടിപൊളിയാണ് കാണാനായിട്ട്. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. ഒത്തിരി പേരും ഉണ്ട്. എല്ലായിടത്തും വിളക്കൊക്കെ വെച്ചിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾ കേൾക്കുന്നത് നമ്മുടെ കാശിക്കൂട്ടൻ്റെ കരച്ചിലാട്ടോ. പിന്നെ അവിടെ പോയപ്പോൾ നമ്മുടെ പണ്ടത്തെ സ്കൂളിൽ പഠിച്ച കയമ്പ സ്കൂളിൽ പഠിച്ചിരുന്ന ഒരുത്തനെ കാണാൻ പറ്റി. പിന്നെ പേര് സജി എന്നാണോ എന്നൊരു ഡൗട്ട് ഞാൻ മറന്നുപോയി ഗൈസ്. ഞങ്ങളിപ്പോൾ അമ്പലത്തിലൊക്കെ കയറിയിട്ട് തൊഴുതു പോന്നു. ഭഗവാനൊക്കെ കണ്ടു. പിന്നെ പറയാനാണെങ്കിൽ ഉള്ളിലത്തെ അമ്പലത്തിൽ കയറാൻ പറ്റില്ല, നല്ല തിരക്കാണ്. ഇവരെയും കൊണ്ട് ഒട്ടും നിൽക്കാൻ പറ്റണില്ല. പിന്നെ അതേപോലെ തന്നെ നല്ല ഉഷ്ണിക്കനും ഉണ്ട്. പിള്ളേർ ഒരു കണക്കിനാണ് നമ്മളിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തിയിട്ടുള്ളത്.
തൊഴുതിനകത്തുകൊണ്ടിട്ട് ഇതിലൊക്കെ പൂരാ അത് പിന്നെ ഫുഡിൻ്റെ ക്യൂ കണ്ടാൽ നിങ്ങൾ ഞെട്ടും കൈസ്. ആ കാണുന്നത് ഫുള്ളും ഫുഡിൻ്റെ ക്യൂ ആണ്. പിന്നെ നമ്മുടെ അറിയുന്ന ഒത്തിരി പേര്, പ്രത്യേകിച്ച് കുഞ്ഞു പിള്ളേരിട്ട ടീനേജറൊക്കെ വന്ന് നമ്മളടുത്ത് ഒന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പോയി. അപ്പം നമുക്ക് ഭയങ്കര സന്തോഷം. പിന്നെ അച്ഛനെ ഇവിടെ ഒന്നും കാണാനേ കിട്ടുകയാണില്ല. അച്ഛൻ ഭയങ്കര തിരക്കാണ് അമ്പലത്തിൻ്റെ ഉള്ളിൽ. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി ഓരോരുത്തർ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അല്ലോത്സവനാണെങ്കിൽ നിഖിൽച്ചേട്ടൻ്റെ കൈ നിർത്താനാണ് എനിക്ക് അറിയുന്നത്. അച്ഛനെ അങ്ങനെ ഞങ്ങൾക്ക് കണ്ടു കിട്ടി. അച്ഛൻ നമ്മുടെ അമ്പലത്തിൽ ഓൾ ഇൻ ഓൾ ആയതുകൊണ്ട് തന്നെ അച്ഛൻ ഭയങ്കര പവറൊക്കെ ആയിട്ട് സ്റ്റൈലൊക്കെ ആയിട്ട് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചെടുക്കുകയാണ്. അപ്പോൾ ആർക്കുട്ടിക്ക് ഒരു കളിപ്പാട്ടം വാങ്ങിച്ചിട്ട് ഞങ്ങളൊന്ന് സമാധാനപ്പെടുത്തി നിർത്തിയിരിക്കുകയാണ് കേട്ടോ. ഞങ്ങൾ ഫുഡിൻ്റെ ക്യൂ കണ്ടിട്ട് തലകറങ്ങി നിൽക്കുകയാണ്. കാരണം പിള്ളേരെടുത്തത് എങ്ങനെ ചെയ്യും അല്ലെങ്കിൽ നിൽക്കും എന്ന് ആലോചിച്ച് ഞങ്ങളിങ്ങനെ ഡൗട്ട് അടിച്ച് നിൽക്കുമായിരുന്നു. ലാസ്റ്റ് നമ്മൾ ഫുഡൊക്കെ തട്ടി പോന്നു. ഇത് സമയം 3 മണി അല്ലെങ്കിൽ 4 മണിയാണെന്ന് തോന്നുന്നത്. കാരണം ഇത് നിഖിൽ ചേട്ടൻ പോയി എടുത്ത വീഡിയോ ആണ്. ഞാൻ പോയിരുന്നില്ല. നിഖിൽ ചേട്ടന് ഈ സമയത്ത് വന്ന് പാട്ടൊക്കെ കാണണമെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ വാവരുടെയും അയ്യപ്പൻ്റെ ഒക്കെ തുള്ളിലൊക്കെ കാണുമെന്ന് പറഞ്ഞിട്ട് എന്നെയും പിള്ളേരും ഓർക്കിക്ക് എടുത്തിട്ട് പോകുന്നതാണ്. കാരണം ഭയങ്കര ആഗ്രഹമായിരുന്നു ഇപ്രാവശ്യത്തെ ദേശവിളക്കിൽ ഈ പാട്ടൊക്കെ വന്ന് കാണാനായിട്ട്. ആ സമയത്ത് പോലും ഇത്ര അധികം ജനങ്ങളുണ്ടായിരുന്ന അമ്പലത്തിൽ നല്ലൊരു കാഴ്ച തന്നെയാണ് ഇട്ടത്. വാവജനിച്ചൊരു കാലമത്, വാവജനിച്ചൊരു കാലമത്, സന്തോഷത്തിൽ കഴിഞ്ഞിടവേ സുന്ദരി പാത്തുമ്മ പ്രസവിച്ച പടവന്നൻ വാവരെ കീർത്തിക്കുമ്പോ താളത്തിലാടി ചവിട്ടിവായോ, താളത്തിലാടി ചവിട്ടിവായോ. ബാബർ ജനിച്ചൊരു കാലമത്, എല്ലൊന്നും കുലത്തില്ല ഈ മണ്ണിൽ, മാവൊന്നും പൂക്കാത്ത കാലമായി. വാവൻ ജനിച്ചൊരു കാലമത്, വാവൻ ജനിച്ചൊരു കാലമത്, സന്തോഷത്തിൽ കഴിഞ്ഞിടവേ സുന്ദരി പാത്തുമ്മ. അപ്പോൾ ഗൈസ് ഇക്കൊല്ലത്തെ ദേശവിളക്ക് ഇങ്ങനെയായിരുന്നു കേട്ടോ. അത് ഇഷ്ടപ്പെടുന്നവർ ഒത്തിരി പേരുണ്ട്. ആൻറ്റിമാരും ചില മാമമാർക്കൊക്കെ ഇങ്ങനത്തെ വീഡിയോസ് ഒത്തിരി ഇഷ്ടമാണ്. പ്രത്യേകിച്ച് അവർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തു. അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ ബൈ ബൈ, സീ യു.